ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കേവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. കഠിനാധ്വാനം ചെയ്തിട്ടും പല ലക്ഷ്യങ്ങൾക്കായി ജീവിതം മുഴുവൻ പ്രയത്നിച്ചിട്ടും ഒടുവിൽ വെറും ശൂന്യത മാത്രം ബാക്കിയായി നമ്മൾ നിരാശപ്പെടാറുണ്ടോ? നമ്മുടെ പൂർണ്ണ കഴിവും പരിചയസമ്പത്തും ഉപയോഗിച്ചിട്ടും ഒരു ഫലവും കാണാതെ മനസ്സ് തളർന്നിരിക്കുന്ന സമയമാണോ ഇത്? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ശൂന്യത തകർച്ചയുടെ അവസാനമല്ല, മറിച്ച് ദൈവികമായ ഒരു വലിയ അത്ഭുതത്തിൻ്റെ തുടക്കമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന അതീവ പ്രകാശഭരിതമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ 21:5. യേശു അവരോട്, കുഞ്ഞുങ്ങളെ, കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷം തിബരിയാസ് കടൽക്കരയിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു, സ്വന്തം പരിമിതികളെ ദൈവത്തിന് മുമ്പിൽ തുറന്ന് സമ്മതിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ ആരംഭിക്കുന്നത്. യേശു നമ്മുടെ അവസ്ഥ അറിയുന്നവനാണ്. പത്രോസും കൂട്ടരും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരൊറ്റ മീൻ പോലും കിട്ടിയില്ല. യേശുവിന് ശിഷ്യന്മാരുടെ പരാജയം കൃത്യമായി അറിയാമായിരുന്നു. പ്രഭാതമായപ്പോൾ തീരത്തു നിന്ന യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തെങ്കിലും ഭക്ഷിക്കാനുണ്ടോ? ഈ ചോദ്യം കുറ്റപ്പെടുത്താനല്ല, അവരുടെ യഥാർത്ഥ അവസ്ഥ അവർ തന്നെ തിരിച്ചറിയണം എന്നതായിരുന്നു കർത്താവിൻ്റെ ഉദ്ദേശം. അതുപോലെ തങ്ങളുടെ സ്വന്തം പരിശ്രമം കൊണ്ട് ഒന്നും നേടാനായില്ല എന്ന സത്യം അവർ ഏറ്റുപറയാൻ കൂടിയാണ് ഇത് ചോദിച്ചത്. കർത്താവ് ഇന്ന് നമ്മോടും ചോദിക്കുന്നു, നിന്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടോ? നിന്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷമുണ്ടോ? ദൈവത്തോട് സത്യസന്ധമായി മറുപടി പറയുമ്പോഴാണ് അനുഗ്രഹത്തിൻ്റെ വാതിൽ നമുക്ക് വേണ്ടി തുറക്കുന്നത്. പരാജയം അവസാനമല്ല, സത്യസന്ധത അനുഗ്രഹത്തിൻ്റെ തുടക്കമാണ്. ശിഷ്യന്മാർ രാത്രി മുഴുവനും അധ്വാനിച്ചു, ഒരു മീൻ പോലും കിട്ടിയില്ല. അത് അവരുടെ കഴിവില്ലായ്മ കൊണ്ടായിരുന്നില്ല, ദൈവത്തിൻ്റെ സമയം ഇനിയും എത്തിയിരുന്നില്ല. അവർ ഇല്ല എന്ന് പറഞ്ഞ സത്യസന്ധമായ മറുപടിക്ക് ശേഷം ആ നിമിഷത്തിൽ കർത്താവ് അവർക്ക് ഒരു പുതിയ വഴി കാണിച്ചു കൊടുക്കുന്നു. യേശുവിൻ്റെ നിർദ്ദേശം ജീവിതം തന്നെ മാറ്റിമറിക്കുകയാണ്. ഈ ചോദ്യത്തിന് ശേഷം കർത്താവ് പറഞ്ഞു, വഞ്ചിയുടെ വലത്ത് ഭാഗത്ത് വല വീശുവിൻ. അവർ അത് അനുസരിച്ചു. അവരുടെ സ്വയം പ്രാപ്തിയെ ആശ്രയിക്കുന്നത് നിർത്തി ദൈവിക നിർദ്ദേശം അനുസരിച്ചപ്പോൾ അവരുടെ വല നിറയെ മീനുകൾ കിട്ടി. ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി പരാജയത്തെ വിജയമാക്കാൻ, നിരാശയെ പ്രത്യാശയാക്കാൻ, ശൂന്യതയെ സമൃദ്ധിയാക്കാൻ. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ കഠിനാധ്വാനിച്ചിട്ടും ഫലം കാണാതിരിക്കാം. അത്തരം സമയങ്ങളിൽ നിരാശപ്പെടാതെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. നമ്മുടെ ബലഹീനതകളും പരാജയങ്ങളും കുറവുകളും അവൻ്റെ മുമ്പാകെ തുറന്നു പറയുമ്പോൾ അവൻ നമ്മെ ഉയർത്തുന്നു. നമ്മുടെ മുൻപിലെ പരാജയപ്പെട്ട വഴികളിൽ നിന്ന് മാറി അവൻ കാണിച്ചു തരുന്ന പുതിയ വഴികളിലേക്ക് മാറാൻ നാം തയ്യാറാകണം. ദൈവം ഒരു നിമിഷം കൊണ്ട് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റി മറിക്കാൻ കഴിവുള്ളവനാണ്. അവൻ്റെ വാക്കിൽ വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ ജീവിതം മുഴുവനും അനുഭവിച്ച നിരാശയ്ക്ക് പകരം വലിയൊരു കൊയ്ത്ത് അതിൻ്റെ അനുഭവം നമുക്ക് നൽകും. ഇന്ന് നമുക്ക് സ്വയം ഒന്ന് ചോദിക്കാം, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ ഞാൻ ദൈവത്തോട് തുറന്ന് പറയാറുണ്ടോ? പരാജയത്തിന് ശേഷവും യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ ഞാൻ തയ്യാറാണോ? ദൈവത്തിൻ്റെ സമയത്തെ ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഓർക്കുക, നമ്മുടെ ഇല്ല എന്ന ആ അവസ്ഥയെ ദൈവം സമൃദ്ധിയായി മാറ്റാൻ കഴിവുള്ളവനാണ്. യേശു ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരികയില്ല. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ കുറവുകളും തൻ്റെ അനുഗ്രഹത്താൽ നിറയ്ക്കുകയും നമ്മുടെ പരാജയങ്ങളെ വിജയത്തിൻ്റെ സാക്ഷ്യങ്ങളാക്കി മാറ്റുകയും ചെയ്യട്ടെ. ആമേൻ.